ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും ഹിജാബിൻ്റെ വിവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു ഹിജാബിൻ്റെ വിവാദം നടന്ന ആ ഒരു പള്ളുരുത്തി സ്കൂളിലെ അവിടെ 2008 നടന്ന ഒരു സംഭവത്തെക്കുറിച്ചിട്ട് അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു സഹോദരൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആധികാരികമായിട്ട് പറയാനാണെങ്കിൽ എനിക്ക് അതേക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. പക്ഷേ ഒരു വാർത്ത കേട്ടപ്പോൾ അത് കളവാണെന്ന് തോന്നിയില്ല. അതുകൊണ്ടാണ് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നിയത്. കാര്യം എന്താണെന്ന് വെച്ചാൽ 2008 ഇതേ പള്ളുരുത്തി സ്കൂളിൽ ഇപ്പോൾ 2025 ഹിജാബിനെ ചൊല്ലിയിട്ട് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടായ ഈ ഒരു പള്ളുരുത്തി സ്കൂളിലെന്ന് വെച്ചാൽ 2008 ഒരു വലിയ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് അന്ന് സംഭവിച്ചത് UKG പഠിക്കുന്ന കുട്ടിയെ കൊണ്ടിട്ട് പഠിക്കുന്ന അത്രയും ചെറിയ ഒരു കുഞ്ഞിനെ കൊണ്ട് നെറ്റിയിൽ കുരിശ് വരപ്പിച്ചു അവിടെയുള്ള അധ്യാപകർ എന്നും പറഞ്ഞിട്ടാണ് ഒരു വിവാദം ഉണ്ടായത്. ആ ഒരു കുട്ടിയുടെ മാതാവ് അതേ ചൊല്ലിയിട്ട് കോടതിയിലൊക്കെ കേസൊക്കെ കൊടുത്തു. ആ കേസ് കോടതിയിലേക്ക് പോയി എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തെക്കുറിച്ചിട്ട് എത്രത്തോളം സത്യമുണ്ട് എന്ന കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ ഒരു സംഭവത്തെക്കുറിച്ചിട്ട് ഈ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. മന്ത്രി പറഞ്ഞതൊക്കെ വളരെ കറക്റ്റാണ്. ഇവരുടെ ധാർഷ്ട്യത്തെക്കുറിച്ച് തന്നെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അതിലൊരു തർക്കമില്ല. ഈ വാർത്ത ഒന്ന് കണ്ടോളൂ. എല്ലാ ആളുകളും, ഇവിടുത്തെ നിയമപാലകരും ഇവിടുത്തെ സംവിധാനങ്ങളും മുഴുവനും ഈ വാർത്ത കാണട്ടെ. എന്നിട്ട് ആലോചിക്കട്ടെ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്ന് വിളിച്ചു പറയാൻ, ഈ വിഷയത്തെക്കുറിച്ചൊന്ന് ചോദിക്കാൻ മാധ്യമങ്ങൾ പോലും തയ്യാറാകുന്നില്ല. അവിടെയാണ് നമ്മളിത് പുറത്തേക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ വായിക്കാം. വേദപാഠ ക്ലാസ്സിൽ നിർബന്ധിച്ച് കുരിശി വരപ്പിക്കരുത്, മനുഷ്യാവകാശ കമ്മീഷൻ. 2008 നവംബർ 29 സാറ്റർഡേ. ആലുവ വിദ്യാലയങ്ങളിൽ നടക്കുന്ന വേദപാഠ ക്ലാസ്സിൽ കുട്ടികളെ നിർബന്ധിച്ച് കുരിശി വരപ്പിക്കരുത് എന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പള്ളുരുത്തി സെന്റ് റീതാസ് സ്കൂളിൽ മറ്റു സമുദായക്കാരെ കൊണ്ട് കുരിശി വരപ്പിക്കുന്നതിനെതിരെ ഇവിടുത്തെ UKG വിദ്യാർത്ഥിയുടെ മാതാവ് ഷെമീന 2008 ഷെമീന നൽകിയ ഹർജിയിലാണ് ആലുവയിൽ നടന്ന സിറ്റിംഗ് കമ്മീഷൻ അംഗം ജസ്റ്റിസ് VP മോഹൻകുമാറിന്റെ നിർദ്ദേശം. കേട്ടോളൂ. വേദപാഠ ക്ലാസ്സിൽ കുരിശ് വരക്കാൻ പറയാറുണ്ട് എന്ന് സ്കൂളിലെ പ്രിൻസിപ്പളും മാനേജറും കമ്മീഷന് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര മതവിഭാഗങ്ങൾ പഠിക്കുന്ന സർക്കാരിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു സ്കൂളിൽ സംഭവിക്കുന്ന ഒരു വിഷയമാണിത്. മറ്റു മതക്കാർക്ക് തങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ ഭരണഘടന അവകാശമുള്ളതിനാൽ ഇത്തരത്തിൽ നിർബന്ധിക്കാൻ സ്കൂൾ അധികൃതർക്ക് അധികാരമില്ല എന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നത് നിങ്ങൾ 2008 നവംബർ 29 പത്രവാർത്തയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഏത് സ്കൂളിനെ കുറിച്ചാണ് പറയുന്നത്? ഇപ്പോൾ ഹിജാബ് വിഷയം നടക്കുന്ന പള്ളുരുത്തി സെന്റ് റീതാസ് സ്കൂളിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, ആ സ്കൂളിനെ കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. അവിടുത്തെ വിദ്യാർത്ഥികളോട് മുഴുവൻ ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇവർക്ക് പ്രത്യേകമായ അജണ്ട ഉണ്ട്. ഇതൊരു പൊതുവിദ്യാലയമാണെങ്കിൽ ആ മാന്യത അവർ കാണിക്കണം. അതല്ല ഇതൊരു മതപരിവർത്തന കേന്ദ്രം പോലെ തങ്ങളുടെ മതസ്വത്വം മറ്റു വിദ്യാർത്ഥികളിൽ അടിച്ചേൽപ്പിക്കാനാണ് പരിപാടിയെങ്കിൽ അത് കേരളത്തിൽ വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല. അത് തീരുമാനമുണ്ടാക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ്. വിദ്യാഭ്യാസ വകുപ്പിന് ഏറെക്കുറെ കാര്യങ്ങൾ തിരിഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവർ ഈ വിഷയം തുടങ്ങുമ്പോൾ എല്ലാ ആൾക്കാരും രാഷ്ട്രീയപരമായിട്ട് മറ്റുമൊക്കെയാണല്ലോ ഇതിനെ വലിയ മുതൽക്കൂട്ടിന് ശ്രമിച്ചത്. നോക്കൂ, ഇവർക്ക് ആദ്യം ആ കുട്ടിയായിരുന്നു പ്രശ്നം. ആ കുട്ടി തന്റെ ആ ഒരു അവകാശത്തെക്കുറിച്ച് പറഞ്ഞൊരു തട്ടമിട്ടതിന്റെ പേരിൽ ആ കുട്ടി ഇവർക്ക് പ്രശ്നമായി. അതിന് കുട്ടിയെ പുറത്താക്കി. അതിൽ ഇടപെട്ട പിതാവ് ഇവർക്ക് പ്രശ്നമായി. ആലോചിച്ച് നോക്കൂ. അതിനുശേഷം ഇത് കേസ് കൊടുത്തപ്പോൾ DD അന്വേഷിച്ചുകൊണ്ട് റിപ്പോർട്ട് എഴുതാണ് കൃത്യമായി ഈ സ്കൂളിന്റെ അധികൃതർ. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള യാഥാർത്ഥ്യമുണ്ടെന്ന്. അതുകൊണ്ടാണ് ഈ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്കും തോന്നിയത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും അതായത് ഒരു ചാനലിൽ വന്നിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇത്ര ധൈര്യമായിട്ട് ഈ ഒരു വിഷയം ആ ഒരു എന്താണ് വർഷം സഹിതം വിളിച്ച് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു വാസ്തവമുണ്ട് എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതേക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല. പക്ഷേ ഈ ഒരു സഹോദരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്കൂളിലേക്ക് ഇനി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഒരു തരത്തിലുള്ള സഹായങ്ങളും ഉണ്ടാകരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു മതത്തെ മാത്രം നിലനിർത്തിക്കൊണ്ട് പോകാനാണ് അവർക്ക് താല്പര്യം. മറ്റ് മതങ്ങളെ അവർ സ്വന്തം സഹോദരങ്ങളായിട്ട് കരുതി അവരെ കൂടെ ചേർത്ത് നിർത്താത്തത് കൊണ്ട് തന്നെ
ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, അതായത് പിന്നെ ആ ഒരു സ്കൂളിനെ പിന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും ചെയ്യരുത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇദ്ദേഹം പറയുന്ന ബാക്കി കാര്യം കൂടി കേട്ടിട്ട് വരാം. കൃത്യമായി ഈ സ്കൂളിന്റെ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തു. അതോടുകൂടി എന്തായി, ഈ DD ഇവർക്ക് പ്രശ്നക്കാരായി. ഇത് കണ്ട് പ്രതികരിച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഇവർക്ക് കണ്ണിലെ കരടായി. വിദ്യാഭ്യാസ വകുപ്പ് അഹങ്കാരവും അഹന്തയും കൊണ്ട് നോക്കൂ. ഇവരുടെ നമ്മൾ പ്രത്യേകം ചോദിച്ചൊരു കാര്യമുണ്ട്. ഇങ്ങനെ തട്ടമിട്ട് വന്ന ഒരു കന്യാസ്ത്രീ, ശിരോവസ്ത്രം അണിഞ്ഞ ഒരു കന്യാസ്ത്രീ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് തട്ടമിടുന്ന കുട്ടികളെ കുറിച്ച് പറയുന്ന അശ്ലീലതയെക്കുറിച്ച് കേരളം സംസാരിച്ചു. നോക്കൂ, ഇവിടെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന 2008 ഒരു വാർത്ത. അതും UKG പഠിക്കുന്ന കുട്ടിയെ കൊണ്ട് കുരിശി വരപ്പിച്ച അത് മനസ്സിലാക്കിയ ഒരു മാതാവ് കോടതിയെ സമീപിച്ചപ്പോൾ, കമ്മീഷനെ സമീപിച്ചപ്പോൾ സിറ്റിംഗ് കമ്മീഷൻ പറയാണ്, ജസ്റ്റിസ് VP മോഹൻകുമാർ, അദ്ദേഹം അതിന് കൃത്യമായ ഒരു ഡെഫിനിഷൻ കൊടുക്കേണ്ടി വന്നു. ഇത് ഈ സ്കൂളിൽ സംഭവിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു വലിയ അന്വേഷണം തന്നെ ആ സ്കൂളിൽ വേണം. കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തണം. അതിലെല്ലാം മതവിഭാഗമുണ്ട്. അത് ഹിന്ദു, മുസ്ലിം, മറ്റു മതമുള്ളവൻ ഇല്ലാത്തവൻ എല്ലാവരും ജീവിക്കുന്ന ഒരു നാടാത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അന്വേഷിക്കേണ്ടതുണ്ട്. അവരങ്ങനെ അജണ്ട നടപ്പിലാക്കുന്നത് സർക്കാരിന്റെ എല്ലാവിധത്തിലുള്ള, നമുക്കതാ പറയില്ല, സർക്കാരിന്റെ എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും ആ സ്കൂളിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. അത് അവർ അങ്ങനെ ഒരു അരമന പോലെ ഒരു അവരുടെ മത സംഭവം കൊണ്ട് നടക്കാനാണെങ്കിൽ അത് അങ്ങനെ തന്നെ കൊണ്ടുപോയിക്കോട്ടെ. അങ്ങനെ എത്രയോ സ്ഥാപനങ്ങൾ ഇവിടെ മുസ്ലിങ്ങൾക്കുണ്ട്, ക്രൈസ്തവർക്കുണ്ട്, ഹൈന്ദവ സമൂഹത്തിനൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ അത് അങ്ങോട്ടാണ്, അത് മതം സ്വീകരിക്കണവർ അങ്ങോട്ട് ചെന്നാൽ മതിയല്ലോ. നേരെ മറിച്ച് തങ്ങളുടേതായ വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ ഇവരുടെ മതസ്വത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് കാണിക്കുന്ന അജണ്ടകളെ കുറിച്ച് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. 2008 വാർത്തയാണ് ഞാൻ വായിച്ചത്. ഇപ്പോൾ ഇതാ 2025 മറ്റൊരു വാർത്തയുമായി ഇത് വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുന്നു. അതിനൊക്കെ പലർക്കും പല അനുഭവങ്ങളും ഉണ്ടാവും. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കും ഇങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ മറ്റോ ഒന്നും അതിൽ ഇടപെടേണ്ട. നേരെ മറിച്ച് സർക്കാർ ഇടപെട്ടുകൊണ്ട് അതിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. ഈ 2008 വാർത്തയെ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. അതെ, അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക്, ഹൈപ്പ്, ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഈ ഒരു സംഭവം ഇദ്ദേഹം പറയുന്ന ഈ 2008 നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സംഭവം അധികം ആളുകൾക്കാർക്കും അറിയില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് സത്യമാണോന്ന് നമുക്കറിയില്ല. പക്ഷേ എന്നാലും ഇത്രയും അധികാരത്തോടു കൂടി അദ്ദേഹം സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ചും അദ്ദേഹം പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തിൽ ആരും ഇടപെടേണ്ട, സർക്കാർ ഇടപെടട്ടെ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുമാത്രമല്ല, ഇത് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അതായത് ഈ സ്കൂളിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ ആ സ്കൂളിൽ പഠിക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികളുടെ പാരൻസോ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.